ആയുധശേഖരം കുറഞ്ഞുവെന്ന മുന്നറിയിപ്പുകളെ തുടർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തൽക്കാലത്തേക്ക് ഇറാനിലെ ആക്രമണങ്ങൾ നിർത്തിവെച്ചു. ഇതിനു പിന്നാലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്രമിച്ചില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകില്ലെന്ന ഇറാന്റെ പ്രസ്താവന രാജ്യാന്തര വിപണികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ഈ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൂഡോയിൽ വില 5% ഇടിഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബ്രന്റ് ക്രൂഡോയിൽ വില 5% ഇടിഞ്ഞ് ബാരലിന് $92.61 എന്ന നിലയിലെത്തി. മർബൻ വിലയിൽ ഏകദേശം 10% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എണ്ണവില ഇടിവ് ഏഷ്യൻ വിപണികൾക്ക് കരുത്തേകിയിട്ടുണ്ട്. ഷാൻഹായ്, ഹോങ്കോങ് വിപണികൾ മികച്ച നേട്ടത്തിലാണ്. എന്നാൽ ജപ്പാനിലെ നിക്കേ സൂചിക നഷ്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. സാംസങ്, SK ഹൈനിക്സ് തുടങ്ങിയ പ്രമുഖ ടെക് കമ്പനികളുടെ ഓഹരികൾ ഇടിഞ്ഞത് ദക്ഷിണ കൊറിയൻ വിപണിയെയും പ്രതികൂലമായി ബാധിച്ചു. അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ റിസർവിന്റെ പണനയ യോഗത്തിലെ തീരുമാനങ്ങൾ ഇനി ആഗോള വിപണിക്ക് നിർണായകമാകും. വിപണി സംബന്ധമായ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.